അപ്പോൾ ഞാനൊരു 5-6 തവണ ജയിലിൽ കിടന്നിട്ടുള്ള ഒരാളാണ്. അത്തരത്തിലൊരു സൗകര്യം ഞാനങ്ങനെ മുഖവിളിക്കുന്ന അങ്ങനൊരു സൗകര്യം ആർക്കും ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അപ്പോൾ മന്ത്രി ജയിലിനകത്ത് പുകവലിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമായിട്ട് കടത്തിയതാണ്. പൊടിസുനിക്കൊക്കെ കിട്ടുന്ന ആനുകൂല്യത്തെ പറ്റി നമുക്കറിയാം. പൊടിസുനിക്ക് മൊബൈൽ കിട്ടുന്നു, അവർക്ക് വലിക്കാനുള്ള പുകകൾ കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നുണ്ട്. അതേ ആനുകൂല്യം CPM-ന്റെ നേതാവായിരുന്ന ശ്രീ സജി ചെറിയാനും കിട്ടിയിട്ടുണ്ടോ എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അദ്ദേഹം കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി കൂടിയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ പ്രതിരോധിക്കേണ്ടുന്ന ഒരു വകുപ്പിൻ്റെ മന്ത്രി കൂടിയാണ്. അപ്പോൾ ഈ വിഷയത്തിനകത്ത് ഈ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം കൂടി അറിയാൻ താല്പര്യമുണ്ട്. കാരണം അദ്ദേഹം ഒരു വശത്തുകൂടി ലഹരിവിരുദ്ധ ദിനാചരണത്തിൽ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും അദ്ദേഹം MLA എന്ന നിലയിൽ എന്നോട് ആവശ്യപ്പെട്ടതും ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ്. ഞാനതിനോട് വളരെ പോസിറ്റീവായി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിലും MLA എന്ന നിലയിലും പ്രതികരിച്ച ഒരാളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ തന്നെ ഒരു മന്ത്രി ഇങ്ങനെ പുകയൊക്കെ വലിച്ചോട്ടെ കമ്പനി കൂടുമ്പോൾ എന്ന് പറയുന്ന സാഹചര്യത്തെപ്പറ്റി മന്ത്രി പ്രതികരണമില്ല എന്നല്ല, അതിനകത്തുള്ള പ്രതികരണം കൂടി ഒരു ലൈസൻസ് ആണോ അല്ല, അതിപ്പോൾ അറിഞ്ഞല്ലോ, അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഒന്നുകൂടി പ്രതികരണം എടുക്കണം. ഇങ്ങനെ പറയുന്നുണ്ട്. അത് മന്ത്രിസഭയിലെ സാംസ്കാരിക വകുപ്പുള്ള ആളുകൾക്ക് അത് ആ മാനദണ്ഡം എന്തെങ്കിലും ഇളവുണ്ടോ, അത് വലിക്കാമോ? എക്സൈസ് വകുപ്പ്